ഹലോ! എമി സ്ക്വയറിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൊടുവള്ളി ഹിൽ പാർക്കിലെ അടിപൊളി വിശേഷങ്ങളാണ്. അപ്പോൾ ഒരു പെറ്റ്സ് വേൾഡ് ഉണ്ട്. അതിൻ്റെയൊക്കെ വിശേഷം നമുക്ക് ഉള്ളിൽ കാണാം. ടോട്ടൽ ഓഫർ വരികയാണെങ്കിൽ 500 റുപ്പീസിന് ഓഫർ പാക്കേജ് ഉണ്ട്. അല്ലെങ്കിൽ ഓരോരോ റൈഡിൽ കയറുമ്പോൾ 1280 ആവുമെന്നാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് ചൂസ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് കുറച്ച് മീനുകൾ കാര്യങ്ങൾ ഒക്കെയാണ്. ഇനി നമുക്ക് ഈ ട്രെയിന് ഞാൻ പാക്കേജ് എടുത്തില്ല. കാരണം അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാ റൈഡിലും കയറാനും ഉദ്ദേശിച്ചില്ല. ജസ്റ്റ് ഇതൊന്ന് കാണാൻ വേണ്ടി മാത്രമായിരുന്നു. അപ്പോൾ 50 രൂപയാണ് ആ റൈഡിന്. ഈ സ്വിമ്മിംഗ് പൂളിന് സെപ്പറേറ്റ് ആണെങ്കിൽ 100 രൂപയാണ് പെർ ഹെഡ് വരിക. ഓക്കെ, ഇത് കുട്ടികൾക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പുറത്ത് മുതിർന്ന ആൾക്കാർക്കുള്ളത് കൊണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അടിപൊളി എന്ന് വെച്ചാൽ ആ വെള്ളം നിറഞ്ഞ് തുകയും ഇത് എത്ര ടൈം ലിമിറ്റൊന്നും ഞാൻ ചെന്ന സമയത്ത് അത്ര ടൈം ലിമിറ്റൊന്നും ഇല്ല. കാരണം കുറച്ച് ആൾക്കാരേ ഉള്ളായിരുന്നു. ഒരു ഈവനിങ് സമയത്തേക്കാണ് കൂടുതൽ ആൾക്കാർ എത്താമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു രാവിലെ ഒരു 11-12 മണിയാകുമ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. അത് തൊട്ട് ഉച്ച വരെ ആയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ആൾക്കാർ കൂടുതൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു മീൻ ഫിഷ് പാ, ഈ മീൻ നമ്മളുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ ഓടി വരും കേട്ടോ. അത് കാണിക്കാൻ ആ സ്പെഷ്യൽ ഷോട്ട്. ഞാൻ പറഞ്ഞ കുട്ടികൾക്ക് കുറേ റൈഡ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിനൊന്നും അഡീഷണൽ ഒരു എമൗണ്ടും കൊടുത്തില്ല കേട്ടോ. ഞാൻ കൊടുത്തില്ല. ചെറിയ കുട്ടികൾക്കൊക്കെ ഉള്ള നല്ലോണം കളിക്കാൻ പറ്റിയ വിശാലമായ സ്ഥലമുണ്ട്. എൻട്രി ഫീ വരുന്നത് 50 രൂപയാണ്. ഇതൊരു ഈ വ്യൂ പോയിൻ്റ് അടിപൊളിയാണ്. കുറച്ച് ഉയരത്തിൽ, പക്ഷേ ചിലവർക്ക് പേടിയാവും. പിന്നെ ഇത് ഇഗ്വാന, ഇത് പെറ്റ്സ് വേൾഡിനുള്ളിലുള്ളതാണ്. ഈ പെറ്റ്സ് വേൾഡിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് 100 രൂപയാണ്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റും. ഇതിനൊക്കെ നമുക്ക് തരും കയ്യിൽ പിടിക്കാൻ. ധൈര്യമുള്ള ആൾക്ക് പിടിക്കാൻ. എനിക്ക് അത്ര ധൈര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു കിളീനെ മാത്രമേ പിടിച്ചുള്ളൂ. പിന്നെ പാമ്പ്, ഇതിനൊക്കെ നമുക്ക് കയ്യിൽ പിടിച്ചിട്ട് ഫോട്ടോ വീഡിയോ എന്ത് വേണേൽ എടുക്കാം. നിലത്തിടരുത്. പിന്നെ ഈ പാമ്പ് ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങുകയാണ്, അതുകൊണ്ട് അതിനെ എടുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഉള്ളത് നമ്മളെപ്പോലെ ഒരു മടിയനായിട്ടുള്ളൊരു സാധനം വഴിയെ വരുന്നുണ്ട്. അതിനെ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മളെടുത്ത പാമ്പ് അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. ഞാൻ എടുത്തില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. ഇത്തരം സാധനത്തിനൊക്കെ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഇതാണ് ഫുൾ ടൈം വർക്കുള്ള ഒരു മുള്ളം പന്നി ടൈപ്പ് സാധനമാണ്. അതിൻ്റെ പേരൊക്കെ ഈ കാണുന്ന ഒറ്റൊന്നിൻ്റെ പേര് എനിക്കറിയില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി നിങ്ങൾ ബോധേഡാവുകയേ വേണ്ട. പിന്നെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ക്യൂരിയോസിറ്റി ഉള്ള ആൾക്കാർക്ക്, കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇതൊരു അടിപൊളിയായിരിക്കും. പിന്നെ സ്കോർപ്പിയോ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇതില്ലേ, അണ്ണാൻ ടൈപ്പ് സാധനം, അണ്ണാനെ പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്കിതിൻ്റെ ഒറ്റൊന്നിൻ്റെയും പേരറിയില്ല. അതുകൊണ്ട് വലിയ കാര്യമില്ല. പിന്നെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുന്ന, അതായത് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. ആ കിളികൾക്ക് കുറച്ച് ആൾക്ക് നമുക്ക് ഇത് ഗോതമ്പ് മണിയൊക്കെ ഒരു കയ്യിൽ തരും. അത് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. ഇതിനെല്ലാത്തിനും കൂടി കൂട്ടിയിട്ടാണ് 100 രൂപ ചാർജ് ചെയ്യുന്നത് കേട്ടോ പെർ ഹെഡ്. ഇനി നമ്മൾ ആ ഓഫർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. പിന്നെ ഈ ഇതും ഞാൻ ചെയ്തില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ കിളിയൊക്കെ വന്ന് നിന്ന് കയ്യിൽ കൊത്തുമോ, അങ്ങനത്തെ കുറേ പേടി കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ ഈ സംഗതികളൊന്നും ചെയ്തില്ല. ഇതൊക്കെ ആസ്വദിക്കാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ ആസ്വദിക്കാൻ എനിക്കിഷ്ടമാണ് കേട്ടോ. പക്ഷേ ഒരു പേടിയാണ്, എന്താണെന്നറിയില്ല, ഒരു ഉൾഭയം. അപ്പോൾ ഇത്തരം അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ താല്പര്യമുള്ള ആൾക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. അഫോർഡബിൾ ആണ്, അതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ കുറച്ച് താഴത്തെ ഫ്ലോറിലാണ് പിന്നെ കാര്യങ്ങൾ വരുന്നത്. ആട്, കുതിര, ഒട്ടകത്തിൻ്റെ ഫോട്ടോ ഒന്നും ഇതിലില്ല കേട്ടോ, കാരണം അത് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു എമു, പിന്നെ അതിൻ്റെ കുറച്ച് ബേബീസ്, പിന്നെ ഹൈറ്റ് കുറഞ്ഞ പശു. ഇതിനൊക്കെ എനിക്ക് അവർ പേര് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും പേര് അവർ പറഞ്ഞു തരും, പക്ഷേ എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്, സോറി. പിന്നെ അതായത് ഞാൻ പറഞ്ഞ 2 ബേബീസ്, അതിൻ്റെ ബേബിയാണെന്ന് ഞാൻ വിചാരിക്കുന്ന കേട്ടോ, എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ ഇത് കുതിര, ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഒട്ടകമുണ്ട്. ഇതാണ് ഹിൽ പാർക്കിൻ്റെ വെള്ളച്ചാട്ടം. ഇത് ആർട്ടിഫിഷ്യലാണ് കേട്ടോ, നിങ്ങൾക്ക് കണ്ടാൽ അറിയാലോ. ഇതിലൂടെ വെള്ളം വരികയായിരുന്നു. ഇപ്പം ഞാൻ ചെന്നേരം പിന്നെ സ്റ്റോപ്പ് ചെയ്തു തോന്നുന്നു. ഈ കുട്ടികൾക്ക് ഇതിലൊക്കെ കുറേ റൈഡ് കാര്യങ്ങളുണ്ട്. അതിലൊക്കെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഉച്ചയ്ക്കായിരുന്നു ചെന്നതെന്ന്. അന്നപ്പം ആ ഒരു ഉച്ച പീക്ക് ടൈമിലാണ്, അതുകൊണ്ടാണ് ആൾക്കാരില്ലാത്തത്. ഞാൻ ഇറങ്ങാൻ നേരത്ത് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വാട്ടർ ജെറ്റ്, ഇതൊക്കെ കുട്ടികൾക്കുള്ള റൈഡാണ്. പിന്നെ അവിടെ ഒരു ജമ്പ് ചെയ്യുന്നൊരു ടൈപ്പ് സാധനമുണ്ട്. അത് 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കേ പറ്റുള്ളൂ, മുകളിലുള്ള കുട്ടികൾക്ക് പറ്റില്ല. പിന്നെ ഈ സാധനമാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ തുള്ളിക്കളിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കുട്ടികളെ കൂടെ എൻജോയ് ചെയ്യാം എന്നല്ലാതെ. പിന്നെ ഈ സൈക്ലിംഗ്, ആ റോപ്പിലൂടെ സൈക്ലിംഗ്, പിന്നെ വലിയ ഹൈറ്റിൽ ഊഞ്ഞാൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊന്നും ഞാൻ കയറാത്തത് കൊണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല.
പിന്നെ ഇത് മുകളിൽ നിന്നുള്ള കയറിയിട്ടുള്ള വ്യൂ ആണ്. അപ്പം ഈ ഭയങ്കര അടിപൊളിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഇതൊക്കെ വർക്കിംഗ് ആണ് കേട്ടോ. ഞാൻ വരാൻ നേരത്തേക്ക് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ എനിക്ക് വേണ്ടി ഒഴിച്ചിട്ടാണോ? അല്ല, ഞാൻ വരാൻ നേരത്തേക്ക് ഈ എല്ലാ സാധനങ്ങളും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഉച്ചയ്ക്കാണ് ഞാൻ ചെന്നത്, അതുകൊണ്ടാണ് ഇതിലൊന്നും ആൾക്കാരില്ലാത്തത്. കുറച്ച് ആൾക്കാരേ ഉള്ളായിരുന്നു. പിന്നെ നമുക്ക് കുട്ടികളെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈ സാധനങ്ങളൊക്കെയാണ്. അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് അടിപൊളിയാണ്. കൊടുവള്ളി നെടുമലയാണ് സ്ഥലം വരുന്നത്. എൻട്രി ഫീ 50 രൂപയാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഫ്രണ്ടിലുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.